ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫീസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ കിടുവായിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഏതായാലും എനിക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് തന്നത് നിയാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ അളിയനാണ്. ഞങ്ങളുടെ വീട്ടിൽ വാപ്പാടും മട വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയ ഒരു റൈസാണ്. ഏതായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു റെസിപ്പി വന്നിട്ടുണ്ടാവുക. ഇതിൻ്റെ പേര് ചിക്കൻ അൽക്കാത്തി എന്നാണ്. ഞാനിപ്പോൾ അധികമൊന്നും പറഞ്ഞ് വൈകിപ്പിക്കണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ അൽക്കാത്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചിക്കൻ ഇതുപോലെ വലിയ പീസായിട്ടാണ് മുറിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ഞങ്ങളിപ്പോൾ സ്കിന്നൊന്നും എടുത്തിട്ടില്ല, സ്കിന്നില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ മസാലക്കൂട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിൻ്റെ അത് ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആയതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളത്. പിന്നീട് എരിവിൻ്റെ മുളക് പൊടിയുടെ അളവൊക്കെ നമ്മൾ ഓരോരുത്തരുടെ എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ അതുപോലെ എടുക്കാം. പിന്നീട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പുളിയൊന്നും കൂടണ്ടെന്ന് ഓർത്തിട്ടാണ് പകുതി ചെറുനാരങ്ങയും ബാക്കി കുറച്ച് ഒരു മൂടി വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഇതൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഈ ചിക്കനിലോട്ട് ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ പാകത്തിന് കുഴമ്പ് രൂപത്തിലോട്ട് ആക്കി ഈ ഒരു മസാലക്കൂട്ട് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന പോലെ തന്നെ ഈ ഒരു കുഴമ്പ് രൂപത്തിലാക്കുന്ന പോലെ തന്നെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് വെള്ളം കൂടിപ്പോകുകയൊന്നും ചെയ്യരുത്, കാരണം ചിക്കനിൽ അങ്ങനെ മസാല കറക്റ്റായിട്ട് പിടിക്കൂല നമ്മളങ്ങനെ അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഏതായാലും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചിക്കനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിതുപോലെ ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് കൈവച്ച് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ തന്നെ കൈവച്ച് തന്നെ ചെയ്തെടുക്കണം, അല്ലാണ്ട് നമ്മൾ ഈ മസാല ഇതിലോട്ടിട്ടിട്ട് സ്പൂൺ വെച്ചിട്ടൊക്കെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് കറക്റ്റായിട്ട് മസാലക്കൂട്ട് പിടിക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഇവിടെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റെഡ് എന്നുള്ള ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിക്കൻ അൽക്കാത്തിക്ക് വേണ്ടിയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ അരിയും ഒരു അരമണിക്കൂറോളം ഒന്ന് കുതിർത്താൻ വെക്കണം വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായിട്ട് ഞാൻ ആ സമയം കൊണ്ട് ഒരു 10-13 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നമുക്ക് ഈ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണിത്. നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ ആ ചോറിൽ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഇതിൽ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യണുണ്ട്. അതിപ്പോൾ ഞാൻ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഇത് നമുക്ക് എല്ലാ പച്ചമുളകും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാ പച്ചമുളകും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയ ശേഷം ഇതുപോലെ ഒരു വലിയൊരു കുക്കറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ കുക്കറിലേക്ക് ആവശ്യത്തിന്, അതായത് നമ്മൾ സാധാരണ സവാളയൊക്കെ വഴറ്റുന്ന പോലെയല്ല ഇതിൽ ഓയിൽ ഒഴിക്കേണ്ടത്. ഓയിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടതും. സൺഫ്ലവർ ഓയിലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു അര കപ്പോളം ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പട്ട, ഏലക്കായ്, തക്കോലം, കുരുമുളക്, ഗ്രാമ്പൂ, ഇത്രയും മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായി വന്ന ഓയിലിലോട്ട് നമുക്ക് ഈ മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4 സവാള ചെറുതായി അരിഞ്ഞത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കിലോത്തിനുള്ള അരിയുടെ അളവിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തറവാട്ടിൽ വാപ്പാടും മടി വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവരും കൂടെ കൂടിയപ്പോൾ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റി വരുന്ന സമയം കൊണ്ട് മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിന് നമ്മൾ സൈഡ് ഡിഷായിട്ട് മയോണൈസും ടൊമാറ്റോ സാൽസയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മയോണൈസ് ഏതായാലും ഉണ്ടാക്കിയെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളിവിടെ പാലിലാണ് മയോണൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് പാൽ ഞാൻ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടെ ചെറുതായി അരിഞ്ഞതുകൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് പൾസ് ചെയ്ത് എടുക്കണം. ഒറ്റയടിയായിട്ട് നമ്മൾ അടിക്കരുത്. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഒരിക്കലും ചൂടാവാത്ത രീതിയിൽ പൾസ് ചെയ്ത് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടിയാകുന്നത് വരെ നമുക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കട്ടിയാകുന്നത് വരെ പൾസ് ചെയ്ത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കട്ടിയായിട്ടുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ എല്ലാവരും എഗ് വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് മയോണൈസ് ഉണ്ടാക്കാറുള്ളത്. പാൽ വെച്ച് ചെയ്യുമ്പോൾ അത് എഗ് വൈറ്റ് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റുള്ള മയോണൈസ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മയോണൈസ് ഉണ്ടാക്കിയ ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാൻ കൂടെ മറക്കരുത് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുക്കറിൽ സവാള വഴറ്റാൻ വെച്ചിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 4-5 തക്കാളി എടുക്കാം. ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉള്ള പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എപ്പോഴും നമ്മൾ മസാല പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്കിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ പീസായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് എല്ലാ ചിക്കനും ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള, അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. കുക്കറിലൊക്കെ ഇട്ട് നമ്മളെപ്പോഴും റൈസ് വേവിക്കണ സമയത്ത് കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഇതിലോട്ട് 2 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ അരി കുതിർത്താൻ വെക്കണ സമയത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെ മെഷർമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റത്തത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇതുപോലെ പച്ചമുളക് നന്നായിട്ടൊന്ന് ചുട്ടെടുത്തതാണിത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷമാണ് ഇതിൻ്റെ മെയിൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ പുറത്തുള്ള ആ ഒരു പാളി മാത്രം പൊളിച്ച് കളഞ്ഞ ശേഷം, ആ തൊലി മാത്രം കളഞ്ഞ ശേഷം ഈ വെളുത്തുള്ളി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഈ വെളുത്തുള്ളി ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. നമ്മൾ അതുകൂടെ ചേർത്തിട്ടാണ് ഈ ചോറ് കഴിക്കുന്നത്. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഈ ചോറിലോട്ട് വെളുത്തുള്ളി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെയും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ ചോറിനൊരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയൊക്കെ മാറി നിൽക്കും, അത്ര ടേസ്റ്റുള്ളൊരു റൈസാണിത്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഇത് ലാസ്റ്റ് നമ്മൾ മൊരിയിച്ചിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. പക്ഷേ ഇതിൽ നമ്മൾ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിയൊക്കെ വെന്ത് വരുമ്പോൾ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് അവസാനമായിട്ട് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനത് എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കർ അടച്ചിട്ടൊന്ന് വേവിക്കാം. ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പിന്നീട് അതിൽ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളപ്പോൾ തന്നെ ആ എയർ ഒന്ന് കളഞ്ഞിട്ട് നമുക്കപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ടൊമാറ്റോ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 തക്കാളി എടുത്തിട്ട് ഇതുപോലെ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു ജാർ എടുത്ത ശേഷം നമുക്കതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൂടെ ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത ശേഷം ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിക്ക് തീരെ കളറില്ലാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു കളറിൽ വന്നേക്കണേ. തക്കാളിക്ക് അത്യാവശ്യം കളർ ഉണ്ടെങ്കിൽ ആ തക്കാളിയുടെ നല്ലൊരു റെഡിഷ് കളർ അതിന് വരും. എല്ലാം ടേസ്റ്റൊക്കെ പൊളിയാണ് കേട്ടോ. കളർ ഇങ്ങനെ എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുക്കറിൽ 2 വിസിൽ വരെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എയറൂടെ കളഞ്ഞ ശേഷം ഞങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്തു. റൈസൊക്കെ കറക്റ്റായിരുന്നു, കറക്റ്റ് വേവായിരുന്നു. റൈസായാലും ചിക്കൻ ആയാലും എല്ലാം കറക്റ്റ് വേവിൽ ഞങ്ങൾക്ക് കിട്ടി. നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ചുട്ട മുളകിൻ്റെയും ആ വെളുത്തുള്ളിയുടെയൊക്കെ വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ, ഇതുപോലെയാണ് വെളുത്തുള്ളി വെന്തിട്ട് ഇതുപോലെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ അൽക്കാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.